ലോകത്ത് 35 ഭാഷകളിൽ അറബി സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അറബി പഠിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, എല്ലാം റെഡിയാണ്. പെന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കിട്ടി, നോട്ട്ബുക്ക് ഉണ്ട് അല്ലേ? നോട്ട്ബുക്ക് കിട്ടിയില്ലേ? നമുക്ക് നാളെ വാങ്ങിക്കാം, നേരം വിളിക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ ഞാന് എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ പോവാണ്, ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയണം? എല്ലാം തുടങ്ങുമ്പോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എന്ത് പറയണം? ബിസ്മില്ലാ. അതേപോലെ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് അല്ലാഹയോട് പ്രാർത്ഥിക്കുക. എല്ലാവരും നമുക്ക് ഈ പഠനം പൂർത്തിയാക്കണം. എത്രയും പെട്ടെന്ന് അറബി എഴുതി വായിച്ച് ഖുർആൻ വായിക്കണം. പിന്നെ ഗൾഫിലൊക്കെ ചെന്നാൽ അവിടെയുള്ള അറബി സംസാരിക്കണം, അറബികളോട് സംസാരിക്കണം. പിന്നെ ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഭൂരിപക്ഷം ഒരുപാട് രാഷ്ട്രങ്ങളിൽ പോയാൽ അറബി സംസാരിക്കാം. എല്ലാറ്റിനും നമുക്ക് കഴിയണം. എന്ത് ചെയ്യണം? അള്ളാഹയോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹ് ഈ പഠനം എളുപ്പമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? പഠനം എളുപ്പമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതവും അതേപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ടീച്ചർ ബാക്കി കാര്യങ്ങൾ പറയും. അള്ളാഹു തൗഫീഖ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീണ്ടും ഇനി എപ്പോഴെങ്കിലും കാണാം. നിങ്ങളുടെ ടീച്ചർ ഇനി എല്ലാ ക്ലാസ്സുകളും എടുക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. ടീച്ചർ. Assalamualaikum warahmatullahi wabarakatuh. Hai. Waalaikumsalam warahmatullahi wabarakatuh. Waalaikumsalam. അലീമ കുട്ടിയല്ലേ ഇത്? ഹൈമി, അലീമ, സൈൻ, പിന്നെ പത്തളാര മിർസ അല്ലേ? എല്ലാവരും എത്തിയോ? എന്താ കുട്ടി കരയണു? എന്തേ ഹൈമിക്ക് പറ്റി? ഉമ്മച്ചി അടുത്തിരുന്നോട്ടെ, അടുത്തിരുന്നോളെ. ഉമ്മച്ചി അടുത്തിരുന്നോ? ഇയാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ വിളിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഓക്കെ, എല്ലാരും എത്തിയോ? സൈനബ്, ഹൈമി, അർമാൻ, അലീമ, വിസാബ്, എയ്സ, ലൈക്ക, എല്ലാവരും എത്തിയോ? ഓരോരുത്തരായിട്ട് പരിചയപ്പെടല്ലേ, എന്നാ മറ്റുള്ളവർക്കും പരിചയപ്പെടല്ലേ. പേര് പറയോ? ഓരോരുത്തരായിട്ട് പേര് പറയും.
അർമൻ. ഇനി ഹൈമ എവിടെയാ? ഹൈമി, ഓക്കെ. പിന്നെ സെയിൻ എവിടെ? സെയിൻ ഓക്കെ ഓക്കെ ഓക്കെ. സെയിൻ റെഡി ആയിരിക്കില്ല. മാഷാ അല്ലാ. സൈനബോ? മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇനി ആരാ? അലീമ. ഓക്കെ ഓക്കെ. മിസാബോ? മിസാബ് എവിടെ? ആള് ജോയിൻ ആയിട്ടില്ല അല്ലെ? ഓക്കെ. എയ്സ? ഓക്കെ. എയ്സക്ക് ഞാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ലൈക്ക എവിടെ? ലൈക്ക എത്തിയിട്ടില്ല. ലൈക്ക എത്തിയിട്ടില്ല അല്ലെ? ഓക്കെ. ഇപ്പൊ രണ്ടുപേര് വരാനുണ്ട്. നമുക്ക് തുടങ്ങല്ലേ? ലൈക്ക വേറെ വിളിക്കാം. ആ ലിങ്ക് അയച്ചു. അതിൽ ജോയിൻ ആയാൻ പറഞ്ഞു. നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്ക് പഠിക്കാൻ തുടങ്ങല്ലേ? ബിസ്മില്ലാ. അത് പറഞ്ഞ പോലെ എല്ലാവരും ബിസ്മില്ലാ പറഞ്ഞോ? ബിസ്മില്ലാ. ഓക്കെ. പുസ്തകം കിട്ടിയ എല്ലാവർക്കും? ഇല്ല. അല്ലാത്തവര് നോട്ട് ബുക്ക് എടുത്തില്ലേ? നോട്ട് ബുക്കും പെൻസിലും, വരള്ള നോട്ട് ബുക്കും പെൻസിലും. ബുക്കുള്ളത് ഇപ്പൊ എടുക്കുന്ന പേജ് ഒന്നും ഇങ്ങോട്ട് ബുക്കുള്ളവര് 7ാമത്തെ പേജ് എടുക്കാം. ബുക്കുള്ളവര് 7ാമത്തെ പേജ് എടുക്കാം. 7ാമത്തെ പേജ് ഒന്ന് വാട്സപ്പിൽ ഇടോ മാം? 7ാമത്തെ പേജ് വാട്സപ്പിൽ ഇട്ട് തരാം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഒന്ന് വാട്സപ്പിൽ ഇട്. അർമാന്റെ വാട്സപ്പില് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഒന്ന് എല്ലാവർക്കും വേണ്ടി കാണാലോ. ടെക്സ്റ്റ് ബുക്കിന്റെ PDF ആണ്. 2 ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും. പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എടുത്താ? എല്ലാവരും എടുത്താ? ബുക്കുള്ളവര് 7ാമത്തെ പേജ് എടുക്കുക. പെൻസിൽ എടുക്കുക കേട്ടാ. പെൻസിൽ എടുക്കുക. മാഷാ അല്ലാഹ്. ഹൈമിക്കുട്ടി ഉഷാറായല്ലോ. സൈന് ആദ്യം റെഡി ആയിരിക്കുന്നത്. സൈനും ഹൈഫയും. അലീമിനെ ഞാൻ വിളിച്ചിരുന്നു. വിളിക്കാത്തത് അപ്പൊ സ്കൂളിൽ പോയിരുന്നു. വലൈക്കും അസ്സലാം. ഇപ്പൊ കണക്ട്. മിസാബ് നേരത്തെ വന്നിട്ടില്ലായിരുന്നു. കൊറേ നേരമായി കണക്ട് ആക്കുന്നു. ഇപ്പൊ കണക്ട് ആയത്. ഓക്കെ. മിസാബ് കണക്ട് ആവണില്ല. കുഴപ്പമില്ല. ഇപ്പൊ കണക്ട് ആയി. ഇനി ബുക്ക് എടുത്ത മോനെ? ബുക്ക് എടുത്ത? ഒരു ടേബിളിൽ ശരിക്കും ഇരുന്നിട്ടില്ലേ? ഇനി ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാ? ടെക്സ്റ്റ് ബുക്ക് കിട്ടി. എന്നാ ടെക്സ്റ്റ് ബുക്കിൽ 7ാമത്തെ പേജ് എടുത്തു. പെൻസിൽ എടുക്കും കേട്ടോ. ഇനി ലൈക്ക് മാത്രമേ വരാനുള്ളൂ. മാം പറയണത് ശ്രദ്ധിക്കും. റെഡിയാ എല്ലാരും? ഓക്കെ പറയൂ. ഇത്തിരി വെയിറ്റ് ചെയ്യാട്ടോ. നമ്മള് ലൈക്ക ചെയ്യാൻ പറ്റി. എല്ലാരും
ഏഴാമത്തെ പേജ് നോട്ട് ബുക്കിന്റെ പേജാണോ? ടെക്സ്റ്റ് ഇല്ലാത്തവര് നോട്ടില് ആദ്യത്തെ പേജിൽ ആദ്യത്തെ പേജ് വിട്ട് രണ്ടാമത്തെ പേജിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ അറബി മുമ്പ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? മക്കൾ അറബി എഴുതി നോക്കിയിട്ടുണ്ടാ? അല്ല അല്ലേ? അപ്പൊ നമ്മള് വലതു ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തൊക്കെ എഴുതി. വലതു ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്കല്ലേ എഴുതുക? ലെഫ്റ്റ്. ഓക്കെ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതുക. സാധാരണ നമ്മൾ ഇതുവരെ എഴുതി പഠിച്ചത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കല്ലേ? അപ്പൊ ഇനി മുതൽ നമ്മൾ അറബി പഠിക്കുക. അറബി അക്ഷരങ്ങൾ അറബി മുഴുവനായിട്ട് എഴുതുന്നത് വലതു ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്കാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ആദ്യം. അതിനു വേണ്ടിയിട്ടാണ് ഏഴാമത്തെ പേജിൽ റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റിംഗ് ആ പേജ് ഉപയോഗിക്കണം കേട്ടോ. അതിൽ 4 വരിയില്ലേ? അതിൽ മൂന്നാമത്തെ വരിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തെ വരി ട്ടോ. ബുക്ക് കിട്ടുമ്പോ നമുക്ക് അതിൽ എഴുതാം. ആ മൂന്നാമത്തെ വരിയില്ലേ, അതാണ് നമ്മുടെ ബേസിക് ലൈൻ. കാണുന്നുണ്ട് ഇത്തിരി ഡാർക്കില് ഒരു വരി കാണുന്നില്ലേ? അതാണ് നമ്മുടെ ബേസിക് ലൈൻ കേട്ടോ. അതാണല്ലേ? ഓക്കെ, എഴുതല്ലേ? റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റിംഗ് കണ്ട. ഓക്കെ, പറയൂ. മൂന്നാമത്തെ ലൈനാണ് നമ്മുടെ ബേസ് ലൈൻ കേട്ടോ. അവിടെയാണ് നമ്മൾ എഴുതി പഠിക്കാൻ പോണത്. ആദ്യം നമുക്ക് ഒന്ന് നമ്മുടെ പെൻസിൽ നമ്മുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വര വരച്ച് പഠിച്ചു നോക്കാം. നമുക്ക് റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് ഒരു വര വരച്ച് പഠിച്ചു നോക്കാം. ആദ്യം അലിഫ് പോലെയാ? അലിഫ് പോലെ അല്ലേ? ഞാൻ വരച്ചു തരാം, ഒരു മിനിറ്റ്. പിന്നെ ഓക്കെ. ആ മൂന്നാമത്തെ ലൈനൊന്ന് ഇങ്ങനെ നേരെ വരച്ച് നോക്കാണ്. ഇതേപോലെ നമുക്ക് അങ്ങനെ ആദ്യം ഒരു തപ്പലുണ്ടാവും. ഇങ്ങനെ വരച്ച് നോക്കി കഴിയുന്നുണ്ടോന്ന്. മുഴുവനായിട്ട് വരക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് വരച്ച് നോക്കി. ക്ലിയർ ഇല്ലേ? ആ താഴത്തേക്ക് ആ ലൈനുമേൽ അങ്ങോട്ടേക്കാ? ലൈൻമേൽ നേരെ. നമ്മൾ അങ്ങനെയല്ലേ അറബി എഴുതാൻ? നേരെ റൈറ്റ് ആയിട്ട് ഓക്കെ. കളർ അത്ര ക്ലിയർ. നല്ല നീറ്റില് വരക്കണം. ടീച്ചർ പറയുമ്പോ അവിടെ നിന്ന് ഇങ്ങനല്ല. ബ്ലാക്ക് എടുത്താലും ബ്ലാക്ക് ഇട്ടെങ്കിൽ ഇത്തിരി കണ്ടില്ലായിരുന്നു. നമുക്ക് ഒരു ബ്ലാക്ക് കൊണ്ട് വരച്ചു നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. മറ്റേ നീലായിട്ട് കാണുന്നില്ല. ഇതേപോലെ വരച്ച് നോക്കി. എങ്ങനെയാണ് നമ്മൾ അറബി എഴുതുക? ഇങ്ങനെ പറ്റുന്നുണ്ടോ നോക്കി. പെൻസിൽ കൊണ്ടല്ല, നമുക്ക് പിന്നീട് മായ്ക്കാം കേട്ടോ. തെറ്റിപ്പോയാലും മായ്ക്കാം. ഓക്കെ. പിന്നെ ഒരു ലൈന് വിട്ടിട്ട് പിന്നെ മൂന്നാമത്തെ ലൈനിൽ ഇതാ ഒരു ബ്ലാക്ക് ലൈന് കാണുന്ന അവിടെ ഒന്നും കൂടി ഇങ്ങനെ നമുക്കൊന്ന് ആദ്യം ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അത് ഭാഗത്തൊക്കെ ഇങ്ങനെ വരമൽ കൂടി ഇങ്ങനെ പോയി നോക്കാം. ഏകദേശം നമുക്ക് അറബി നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുക. അപ്പൊ ഇതുവരെ നമ്മൾ എഴുതിയിരുന്ന ഒരു വ്യത്യസ്തത അല്ലേ ഇതിന്? കേട്ടില്ല?
ഇങ്ങനെ വരമ്പ് കൂടി വരച്ച് നോക്കി. പറ്റുന്നുണ്ടോ? ഇനി ഇവിടെ അടുത്തെത്തണം. 1, 2, 3 ഇവിടെ അവിടെ നിന്നല്ല കൂട്ടാണ്. നിങ്ങൾക്കൊരു തപ്പലുണ്ടാവും, കാരണം അവർ ഇതുവരെ ഇവിടുന്ന് അങ്ങടല്ലേ എഴുതിയേ. വരച്ചോ. ഇങ്ങനെ മേലോട്ടാണ് ലൈൻ നിൽക്കുന്നത്. ഒരു 2-3 വര വരച്ച് നോക്കിയിട്ട് അത് മായ്ച്ചാളി. ഇതുപോലെ വരച്ചിട്ട് മായ്ച്ചാളി. പിന്നെ നമുക്ക് വേറെ എഴുതാം. നാല് ലൈനിന്റെ മൂന്നാമത്തെ ലൈനാണ് കേട്ടോ. ഈ ഗ്രീനിന്റെ അടിയിലാണ് ഇവിടെ നിന്നല്ല അവിടെ നിന്ന്. ലൈന് മുഴുവനായിട്ട് വരക്കാൻ കഴിയുന്നുണ്ടോ? മാഷാഅല്ലാ ഉഷാറായിട്ട് എഴുതുന്നുണ്ടല്ലോ. സെയിന്റെ കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞ? അർമാന്റെ കഴിഞ്ഞു. അലിമയും കഴിഞ്ഞ? കഴിഞ്ഞു. നെക്സ്റ്റ് ബ്രൗൺ ഇതാ അത് ചെയ്യണോ? ഈ നെക്സ്റ്റ് കഴിഞ്ഞെങ്കിൽ ഇനി നമുക്കൊരു തോണി വരച്ചു നോക്കാം. മതി. ഇത് ചെയ്താ മതിയോ? നിക്ക് ഇനി ഒരു പോട്ട് കൊണ്ട് എല്ലാവരും വേണ്ടായിരുന്നു. വരി മതി ഇനി വായിക്കണ്ട. ഞാൻ അടുത്ത പേജ് ഇനി അത് മായ്ച്ചാ? ഇനി അത് നിങ്ങൾ ഒറ്റക്കാവുമ്പോ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളേണ്ടി. എന്താണ്? ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ മായ്ച്ചാ മതി, നോട്ട് ബുക്കിലാണെങ്കിൽ മായ്ക്കണ്ട കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ മായ്ച്ചാ മതി. ടെക്സ്റ്റ് ബുക്കിൽ മായ്ക്കണ്ട. അല്ല, ടെക്സ്റ്റ് ബുക്കിൽ മായ്ച്ചാളി. വേണ്ട നോട്ട് ബുക്കിൽ മായ്ക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. ഞാൻ ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് ഇട്ട്, അതായത് വലത് ഭാഗത്തുനിന്ന് 8 ആള്, വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് വര വരക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ചെറുതായി തോണി കണ്ടിട്ടില്ലേ നിങ്ങള്? തോണി കണ്ടിക്കണോ? ചെറിയ തോണി വരച്ചു നോക്കാം. ഞാൻ വരച്ചത് വലത് ഭാഗത്തുനിന്ന് ഇതേപോലെ തന്നെ കേട്ടോ. 7ാമത്തെ പേജില് 3ാമത്തെ വരിയില് നമുക്ക് ചെറിയതായിട്ട് ചെറിയ തോണികൾ വരച്ച് പഠിക്കാം. ഓക്കെ സെയിൻ? ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതണം, നിങ്ങൾ എഴുതണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതണം നോക്കിയാൽ മതി, നിങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് നോക്കി ഇങ്ങനെ എഴുതണ്ട. ഒരു ചെറിയ തോണി പോലെ തോന്നുന്നില്ലേ? അല്ലേ? ഞാനൊരു 2-3 പ്രാവശ്യം എഴുതി തരാം, എന്നിട്ട് നിങ്ങൾക്ക് എഴുതാട്ടോ. ഇത് അറബിയിലെ ഒരു അക്ഷരമായിട്ടും അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ തോണി വരക്കുന്നത് കേട്ടോ.
എല്ലാം erase ചെയ്യും. ദാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു തോണികൾ ഇങ്ങനെ വരച്ചു പഠിക്കാം നമുക്ക്. ഇതേപോലെ മൂന്നാമത്തെ ലൈനിൽ ഇങ്ങനെ തോണി വരച്ച് പഠിക്കാം. വീണ്ടും ടീച്ചർ വരുന്നത് പോലെ ഇനി ഒന്ന് വരച്ചു നോക്ക്, ഇതേപോലെ വരക്കാൻ കഴിയുന്നുണ്ടോ? ഇത് വരക്കുമ്പോ ഒരുപാട് മുകളിലോട്ട് പോകണ്ട കേട്ടോ. ആ വരന്റെ ഒരു ഭാഗം തട്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്. ഇവിടെ വരക്ക് ഇങ്ങനല്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ എഴുതണം നോക്കിയാൽ മതി. ഞാൻ ഒന്നും കൂടി എഴുതിട്ട് ഷാർപ്പല്ല, കുറച്ച് കേറിയായിട്ട്. ബുദ്ധിമുട്ടുള്ളവര് ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയാ ബുദ്ധിമുട്ടുള്ളവര് ഒന്നും കൂടി ശരിക്കും വായിക്കാൻ കിട്ടൂട്ടാ. ആ മാം പഠിപ്പിച്ച പോലെ അല്ല. അർമാൻ ഒന്നും കൂടി ഇതിലോട്ട് നോക്കിയാ ഇങ്ങനെ ചെറിയൊരു എഴുതി. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിന് പിന്നെ വന്നതില്ല. സ്ട്രൈറ്റ് അതിന് പിന്നെ നിങ്ങൾ എഴുതിക്കോളി, ഞാനിവിടെ എഴുതട്ടോ. ഇടക്ക് സംശയം തോന്നണമെങ്കിൽ ഇതിൽ നോക്കിക്കോളി. എങ്ങനെ എഴുതണ്ടെന്ന് അറിയോ? ഈ പറഞ്ഞ പോലെ മൂന്നാമത്തെ ലൈനില് പിന്നെ ഒരു വരി വിട്ട് വീണ്ടും മൂന്നാമത്തെ ലൈനില് അങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. ഒരു 3 ലൈനൊക്കെ എഴുതിയാൽ മതി കേട്ടോ. പിന്നീട് നിങ്ങൾ സാവധാനം ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കേൾക്കുന്നുണ്ടോ എല്ലാരും? ഇവിടെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞ അല്ല, അത് ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. സാവധാനം ശരിയാവുള്ളൂ. ആദ്യമായിട്ടല്ലേ ആ സൈഡിൽ നിന്ന് ഈ ഭാഗത്തോട്ട് എഴുതണേ. അപ്പൊ ദേഷ്യപ്പെടേണ്ട, അവര് സാവധാനം ശരിയായിക്കോളും. ലൈന് മേലോട്ടല്ല, ഇടങ്ങേറാക്കണ്ട, അവരിനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അവർ എഴുതിയത് എനിക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടാലും കുഴപ്പമില്ല. അതിന്റെ അടിയിൽ പേരൊന്നും എഴുതണ്ട, എനിക്കറിയാലോ. അത് അയച്ചാൽ മതി കേട്ടോ. ഗ്രൂപ്പിലിടേണ്ടവർക്ക് ഗ്രൂപ്പിലിട്ടോളി. എല്ലാരും അവര് ചെയ്യുന്ന വർക്ക് ഗ്രൂപ്പിലിട്ടാൽ മതി. അത് ഞാൻ നോക്കി തരണ്ട കേട്ടോ. എന്താ പറഞ്ഞേ അലീം? എന്താ പറഞ്ഞേ? 3 ലൈൻ എഴുതിയ? എഴുതി. സ്ക്രീന് ചെറുതായതുകൊണ്ടേ നിങ്ങക്ക് ഒന്ന് എഴുതി. അലീം എഴുതി ഒന്ന് കാണിച്ചെന്നേ. ഒരു മിനിറ്റ്. ഇതേ സ്ക്രീൻ ഷെയറിങ്ങും എല്ലാം കൂടി ഒരുമിച്ചാവുമ്പോഴേ ഓരോരുത്തർക്ക് എത്താൻ ടൈം എടുക്കും. അലീമ എവിടെയതാ? അലീമിന്റെ നോട്ടം നോക്കട്ടെ. ഓക്കെ. മാഷാ അല്ലാ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഒരു 3-4 ലൈൻ എഴുതിയോ? 3 ലൈൻ എഴുതിയിട്ടുണ്ട്. 3 എഴുതി. എഴുതാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ?
അപ്പോ നിങ്ങൾ അതിന്റെ ബാക്കി താഴെ വരെയുള്ള ലൈന് ഫുള്ളും എഴുതിയിട്ട് കേൾക്കുന്നുണ്ടോ അതിന്റെ താഴെ വരെ എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാ മതി കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിൽ ഇടാ കേട്ടോ. മൂന്ന് ലൈൻ. ഓക്കെ ഓക്കെ. അടുത്ത ബ്ലാക്ക് ലൈൻ. ഹൈമി ഒന്നും കൂടി കാണിച്ചേ. ഹൈമി ഉഷാറായല്ലോ. ആ മാഷാഅല്ലാ. അത് മേലെ തട്ടിയിട്ടുണ്ട് അല്ലേ? മേലെ തട്ടണ്ട കേട്ടാ. മേലെ തട്ടണ്ട. അതിനെ തട്ടണ്ട. ഫസ്റ്റ് ഒക്കെ എഴുതിയില്ലേ അതേപോലെ കേട്ടാ. ഞാൻ ഒന്നും കൂടി എഴുതി തരാം. ഇതേപോലെ ഹൈമി ഫസ്റ്റ് എഴുതിയത് കറക്റ്റ് ആണ് കേട്ടോ. ആദ്യം എഴുതിയില്ലേ അതേപോലെ. ഓക്കെ പറയാം. ഇവന്റെ പേരെന്തായിരുന്നു? മിസ്സബിന്റെ ഒന്ന് കാണിച്ചു തരോ? മിസ്സബിന്റെ മിസ്സബും കുറച്ച് മേലേക്ക് പോയിട്ട് അത്ര ഞാൻ പറഞ്ഞില്ലേ ലൈനിന്ന് ഇത്തിരി പൊന്തിയാ മതി. ഇത്തിരി പൊന്തിയാ മതി കേട്ടാ. ഒരുപാട് ലൈനൊന്നും പൊന്തണ്ട. ഞാൻ ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടി ഒന്ന് നോക്കിയോട്ടെ. ലൈക്ക് എപ്പോഴും ജോയിൻ ആയില്ല. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ പേജില് അത് ഒന്നും കൂടി എഴുതണം. ഓക്കെ. മൂന്നാമത്തെ ലൈനിൽ എഴുതി കാണിച്ചുതരാം. ഇതേ ഒരുപാട് ചില ആളുകള് അല്ല ഇങ്ങനെ കുറേ ഇങ്ങനെ എഴുതിയിട്ടില്ല. ഇങ്ങനെ പൊന്തണ്ട കേട്ടോ. ഇത്രയും പൊന്തണ്ട. അതേപോലെ ഇങ്ങനെ റൗണ്ടില് ഇങ്ങനെയല്ല കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാല് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കണേ. ഇങ്ങനെ എഴുതിയിട്ട് മായ്ക്കാം. എന്നിട്ട് ഈ വരന്റെ കുറച്ച് മതി. ഒരുപാട് പൊന്തണ്ടതുണ്ടോ? ഇത്ര മതി. ഉണ്ടോ? ഇത്ര മതി ട്ടാ. അതേപോലെ ടീച്ചർ നോക്കേ ഇനിയോടെ ഏതോ നീ നോക്ക്. ഇത്ര പൊന്തല് ആ ലൈനുമ്പോ തന്നെ നടന്നു. അത് ആദ്യമായിട്ട് ആവുന്നതുകൊണ്ടാണ് കേട്ടോ. സാവധാനം ശരിയാവുള്ളൂ. കൂടുതൽ ഇതാക്കരുത്. അവര് സാവധാനം ശരിയായിക്കോളും. ഇനി പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അവരെന്ത് ചെയ്താലും എനിക്ക് അയച്ചെന്നാ മതി കേട്ടോ. ഞാനത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തോണ്ട്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ആവും. ഒരു സാവധാനം പഠിക്കുകയുള്ളൂ. കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു രീതി. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ചില കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ഭാഗം എഴുതുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ്. അറബിയിലെ എല്ലാ അക്ഷരങ്ങളും എഴുതുക റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതൊന്ന് ശീലമാവാൻ അവരുടെ കൈ അത് പരിചയമാവാൻ ടൈം എടുക്കും. ഒരു സാവധാനം ശരിയായിക്കോളും. ഈ ഒരു രൂപത്തിൽ ഇനിയിപ്പോ എഴുതുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ഇങ്ങനെ ആവരുത് കേട്ടോ. ഇങ്ങനെ ആയവരും വായിച്ചിട്ട് ക്ലിയർ ആക്കുക. അതേപോലെ ഇങ്ങനെ എഴുതിയവരും ക്ലിയർ ആക്കുക. ഓക്കെ. സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എഴുതണമെന്ന് നോക്കിയാണ്.
ഇടക്ക് വെള്ളം കൊടുത്താളേണ്ടി കേട്ടോ, കുറേശ്ശെ വെള്ളം കൊടുത്താളേണ്ടി മക്കൾക്ക്. ക്ലിയർ ആയോ? ലൈക്ക ജോയിൻ ആയില്ല അല്ലേ? കഴിഞ്ഞ നോക്ക് സ്ക്രീനിൽ ഇല്ല. ഓക്കെ ഓക്കെ, മാഷാഅല്ലാ മാഷാഅല്ലാ, ബറക്കല്ലാ. എല്ലാവരും കംപ്ലീറ്റ് ആയോ? ഇനി നിങ്ങളത് മായ്ച്ചിട്ട് അത് പിന്നെ ക്ലിയർ അല്ലാത്തത് മായ്ച്ചിട്ട് അത് ആ പേജ് ഫുള്ളായിട്ട് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. നോട്ട് ബുക്കിൽ ഇനി വേറെ നിങ്ങൾ എന്തെങ്കിലും എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണോ എന്ന് നോക്കണമെങ്കിലൊക്കെ അയച്ചു തന്നോളൂ കേട്ടോ. ഓ, എന്നാ ക്ലാസ് കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട. അപ്പൊ ഇപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാലോ. ഹോംവർക്കായിട്ട് എടുത്താൽ മതി കേട്ടോ അത്. ഇനി അത് കഴിഞ്ഞോ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ഇനി അടുത്ത പേജ് എടുത്താലോ നമുക്ക്? ഒരു 9 ലൈനെങ്കിലും ഉണ്ടാവും കേട്ടോ. അത് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. അത് നമ്മൾ അറബി അക്ഷരങ്ങളെ, വേറെയുള്ള അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ് ഇപ്പൊ നമ്മൾ തോണി വരച്ച് പഠിക്കുന്നത് കേട്ടോ. 7ാമത്തെ പേജാണ് ഇന്ന് എഴുതിയിട്ട് നാളത്തേക്ക് കാണിക്കേണ്ടത്. 7ാമത്തെ പേജില്. ഓക്കെ, 7ാമത്തെ പേജില്. നമുക്ക് 8ാമത്തെ പേജും കൂടി നോക്കാം. എളുപ്പമാണ്. അപ്പൊ അവരങ്ങനെ ഇരുന്ന് ചെയ്തോളൂ. പിന്നെ നാളെ വേണമെന്നില്ല കേട്ടോ. അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് മതി. അപ്പൊ ഒരാഴ്ചത്തെ ടൈം ഉണ്ടല്ലോ, അപ്പൊ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് മാക്സിമം ഉള്ള ടൈമില് ഒരു 2-3 പേജ് കവർ ചെയ്യാം. തുടക്കത്തിലായതുകൊണ്ടാണ് ഇവർക്കൊരു തടവ്. 2 ക്ലാസ് കഴിഞ്ഞാൽ അവർ എളുപ്പം ചെയ്തോളൂ കേട്ടോ. ഇനി 8ാമത്തെ പേജ് എടുക്കും. അതിന് സാവധാനം അടുത്ത ആഴ്ചയിൽ ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത പേജ് എടുക്കട്ടെ കേട്ടോ. അടുത്ത പേജിൽ 8ാമത്തെ പേജ്, റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അപ്പൊ നമ്മൾ തോണി വരച്ചില്ല, ഒരു തോണിയല്ലേ വരച്ചുള്ളൂ. അപ്പൊ ആ തോണി നമുക്ക് ഒരുമിച്ചൊന്ന് വരച്ചു വെക്കാം, കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത പേജ് എടുത്തോളൂ. മറ്റേ പേജ് അവിടെ ഇരുന്നോട്ടെ. സാവധാനങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ. പിന്നെ അത് അയക്കാനുള്ളൊരു സംഭവം ഉണ്ട്, ക്ലിയർ സ്കാനർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ മെയിൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ വേണം ഫോട്ടോ എടുത്ത് അയക്കാൻ കേട്ടോ. അപ്പൊ അത് എത്ര നമ്മൾ ക്ലിയർ ഇല്ലെങ്കിലും ആ ക്ലിയർ സ്കാനിൽ എടുത്ത് കഴിഞ്ഞാൽ അതന്നെ. അത് അർമാന്റെ ഉമ്മ നമ്മുടെ ഉസ്താദിന്റെ പഠിതാവായതുകൊണ്ട് നല്ല പരിചയം ഉണ്ടാവും. ഉസ്താദ് പഠിപ്പിച്ചു തന്ന തന്നെയാണ് ആ ക്ലിയർ സ്കാനർ. അത് മാഷാ അല്ലാ ഭയങ്കര ഉപകാരമാണ്. നമുക്ക് എത്ര ക്ലിയർ ഇല്ലെങ്കിലും അതിൽ ഉഷാറായിട്ട് നല്ല തെളിഞ്ഞ് നമുക്ക് വായിക്കാൻ കഴിയും. റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അപ്പൊ വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് തുടർച്ചയായിട്ട് എഴുതാം നമുക്ക് കേട്ടോ. അപ്പൊ ഇനി ഇതിൽ നോക്കിട്ടോ, ഈ 2 ലൈൻ കഴിഞ്ഞ് 3ാമത്തെ ലൈനിൽ നമുക്ക് തോണി തന്നെയാണ്. അത് നമ്മൾ കൈയെടുക്കാണ്ട് പിന്നെ ഒന്ന് വരക്കാം. വീഡിയോ ഓണാക്കാം.
ഇന്റർനെറ്റ് കണക്ഷൻ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ വെച്ചത് ശരിയായോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നെ കാണുന്നുണ്ടോ? ഇപ്പൊ എന്നെ കാണുന്നില്ലേ? ഇത് നമ്മളെ ഒരേ സമയം പല സ്ക്രീനും ഉണ്ട്. എഴുതുന്ന സ്ക്രീനും എല്ലാം കൂടി ഉണ്ടാവുമ്പോഴേ നമുക്ക് ഒരുമിച്ച് അറിയില്ല. ഓക്കെ. ഇനി നമുക്ക് വലത്തുനിന്ന് ഇടത് ഭാഗത്ത് തുടർച്ചയായിട്ട് എഴുതി. ഇപ്പൊ ആ തോണി വരച്ചിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് വരച്ചു നോക്കാം കേട്ടോ. Continuous, long, brightest. അങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ വരച്ചു നോക്കാണ്. ആദ്യം കുറച്ച് വരച്ചു നോക്കി, കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ചു നോക്കി ഇതേപോലെ. ഈ പേജിന്റെ ഒരു മിനിറ്റ് കേട്ടോ, ബാങ്ക് കൊടുക്കേണ്ടത് കഴിയട്ടെ. കറക്റ്റ് ആണോ? തനിയാക്കണ്ട. അത്രയും പിടിച്ച് എഴുതല്ലേ. ഓക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതേപോലെ കഴിയുന്നുണ്ടോ? പറയും, എല്ലാവരും പറയും. പറ്റുന്നുണ്ടോ? അങ്ങനെ കുറേശ്ശെ പറ്റുന്നുണ്ട്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോവാ അല്ലേ? വെള്ളം കുടിച്ച എല്ലാവരും കുറച്ച് വെള്ളം കുടിച്ചിട്ട്. നിങ്ങൾ നോട്ട്സ് അയക്കുമ്പോ എനിക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി അയച്ചു തരുമോ? എല്ലാവരെയും കൂടി ഒരുമിച്ച് വിളിച്ചതുകൊണ്ടേ ഇപ്പൊ ഞാൻ എനിക്ക് പേര് മറന്നു പോവാ. ഫോട്ടോ അയച്ചു തരണം കേട്ടാ. കേട്ടാ? നിങ്ങളുടെ ഫോട്ടോ തന്നെ. നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ചല്ലേ വിളിച്ചേ? ഓരോരുത്തരെ കുറെ ആളുകളെ ഒരുമിച്ച് വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ പേര് മറന്നു. എഴുതിയ ഫോട്ടോ അല്ല വേണ്ടേ? അതല്ല, എഴുതിയ ഫോട്ടോത്തിന്റെ കൂടെ നിങ്ങളുടെ ഒരു ഫോട്ടോ, ഓക്കെ. കുട്ടികളുടെ ഫോട്ടോ. അതില് കൊടുത്തിരിക്കുന്ന പേര് ഇവല് പേര് വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് തീരെ ഐഡിയ കിട്ടുന്നില്ല. പേര് പലരുടെ ഐഡി, ഇന്റതൊക്കെ വേറെ എന്തൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ടെക്നോളജി പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ കുട്ടികളുടെ ഒന്നും മനസ്സിൽ ചിലരെയൊക്കെ ഉണ്ട്, ചിലരെയൊക്കെ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ചല്ലേ വിളിച്ചേ. അത് കാരണം ചിലരെയൊക്കെ വിട്ടുപോയി.
ഇനി ബുദ്ധിമുട്ടുള്ളവർ ഞാൻ ഒന്നും കൂടി എഴുതണ്ട, അതിലേക്ക് നോക്കിട്ടോ. ഇങ്ങനെ ഒരു തോണി വരച്ചു, അതിൻ്റെ കൂടെ ഒരു തോണിയും കൂടി വരച്ചു, പിന്നെ ഒരു തോണിയും കൂടി, അങ്ങനെ തുടർച്ചയായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കടല് നോക്കി ഓരോരുത്തരുടെ ഞാൻ നോക്കാട്ടോ. ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല, ഇപ്പൊ എനിക്ക് എഴുതുന്ന ഒരു സ്ക്രീനിലല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാട്ടാ. സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. നമുക്ക് ഇത്ര എഫേർട്ട് വേണമെന്നറിയാം. ഇത്രയും മതി. കണ്ടാ? ഈ തോണിയൊക്കെ വരക്കുന്നതില്ലേ, ആ തോണി പോലെയുള്ള കുറെ അക്ഷരങ്ങളുണ്ട് അറബിയില്. ഇങ്ങനെ വരച്ചോളൂ. ഞാൻ നോക്കാട്ടോ. ഇപ്പൊ ഏകദേശം വരച്ചത് കഴിഞ്ഞു. ഇനി ഒന്ന് ഓരോരുത്തർക്ക് നോക്കാം. കുറച്ചും കൂടി നീളം വേണം. അടുത്തേക്ക് വരും. വീല് വരും. ഓരോരുത്തർക്കൊന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഈ സെയിം തന്നെ ആരുടെ കഴിഞ്ഞത്? തന്റെ കയ്യാനായി സാവധാനം മതി. ഒരു പേജ് മതി കേട്ടോ. ഒരു പേജ് എഴുതിയത് ഏതൊരു മോഡൽ നോക്കട്ടെ. ആരതാ കഴിഞ്ഞ ഒന്ന് കൈ ഒന്നിച്ച പേര് പറയാ ആദ്യം. അലീമ കാണിച്ചേ. ഓക്കെ, അലീമ ഒന്നും കൂടി കാണിച്ചോണം. ആ ഓക്കെ, മാഷാല്ലാ ബറക്കല്ലാ. അലീമന്റെ ഇത്തിരി പൊന്തിയിട്ടുണ്ട്, അതായത് കുറച്ച് കൂടുതൽ. ഓക്കെ ഓക്കെ, അലീമൻ്റെത് ഒരു മറ്റേ അത് കുറച്ച് കൂടുതലായിട്ട് കേറിയിട്ടുണ്ട്. അത്ര കണ്ട് പൊന്തണ്ട കേട്ടോ. ആ ലൈനും വന്ന് ഇത്തിരി പൊന്തിയാ മതി കേട്ടോ. ഞാൻ ഒന്നും കൂടി വരച്ചു തരാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ അത് മായ്ച്ചിട്ട് ഒന്നും കൂടി വരക്കണം കേട്ടോ. പിന്നെ ആരെ പറഞ്ഞേ? കഴിഞ്ഞു. ഇത് ഇത്തിരി അർമാന്റെ ആണിത്. ഇതും കുറച്ചുകൂടി കൂടിയില്ലേ, വലിയ വരയായി, വലിയ ഇതായി പോയില്ലേ. ആ വരം വന്ന് അർമനല്ല, ആരപ്പോ കാണിച്ചെന്ന്? മിസ്സബ്. ഓക്കെ ഓക്കെ, മിസ്സബിൻ്റെത് ഇത്തിരി കൂടി താഴ്ത്തണം. നോക്കട്ടെ, കാണുന്നില്ല. സെയിൻ ആണെതിൽ, സെയിൻ. മാഷാല്ലാ. മാഷാല്ലാ. സെയിൻ ആദ്യം എഴുതിയതൊക്കെ ക്ലിയർ ആണ്. പിന്നെ മൂന്നാമത്തെ ലൈനിൽ ഇത്തിരി മേലക്കായി പോയി. താഴത്തെ 2 ലൈനും വായിച്ചിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. ഞാൻ ഒന്നും കൂടി വരച്ചു തരണ്ട്, അതനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ഹൈമി കഴിഞ്ഞ? ഹൈമി ഇതാരതാ? മിസ്സബ് നോക്കിയല്ലോ. ഹൈമി കഴിഞ്ഞ? ഹൈമിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഹൈമി ഉഷാറായിരുന്നല്ലോ ഞാൻ വിളിച്ചപ്പോ. വേറെ ആരാ ക്യാമറ ഓഫ് ചെയ്തത്? ആരൊക്കെ? അതാരാ? അത് ഞാൻ ഇവിടെ എഴുതിച്ചില്ല. അർമാൻ ഓഫ് ആക്കിയോ? അല്ല, അർമാൻ എന്താണ്? അർമാൻ വന്നാണോ? അർമാൻ എഴുതി നോക്കട്ടെ. ഹൈമി മാഷാല്ലാ. ഹൈമി മാഷാല്ലാ ആദ്യമൊക്കെ ഉഷാറായിട്ട് എഴുതുന്നത്. എപ്പോഴും ഹൈമി ആദ്യം അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. ലാസ്റ്റ് എത്തുമ്പോ ഇത്തിരി പൊന്തുന്നുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ഹൈമിക്കൊന്നൊരു മൂഡില്ല, അതാണ് സംഭവം. അവള് നാളെ എഴുതി തരും ഇൻഷാല്ലാ. അത്ര മതി. ഇനി ഞാൻ ഒന്നും കൂടി എഴുതി തരാം, അപ്പൊ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ആരാ? അതാരാ പോയി കാണിച്ചിരുന്നേ? മാഷാല്ലാ, അർമാന്. മാഷാല്ലാ ബറക്കല്ലാ ഫീക്ക്. കൂട്ടി എഴുതിയിട്ടില്ലല്ലോ. കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ് അവിടെ തെറ്റിപ്പോയാ? നമ്മള് ആദ്യത്തെ പേജില് നമ്മൾ ഒരു തോണി മാത്രം, പിന്നീട് ഇങ്ങനെ ഒരുപാട് തോണികൾ ഒരുമിച്ച് വരച്ചില്ലേ. അത് ഞാൻ ഇനി ഒന്നും കൂടി, ഇന്ന് പഠിച്ചത് ഒന്നും കൂടി ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ. പിന്നെന്താന്ന് വെച്ചാല് അർമാന് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ, അതാണ് സംഭവം. അതാണ് അവന് മനസ്സിലാവാത്തത്. ഇൻഷാല്ലാ ടെക്സ്റ്റ് നിങ്ങൾ വൈകിട്ട് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും കിട്ടിയല്ലോ. അതാണ് സംഭവം. ഓക്കെ, ഇനി ആരാ എഴുതി കഴിഞ്ഞേ?
ഫൈമി കാണിച്ചെന്നു, അലീമ കാണിച്ചെന്നു, റെയിൻ കാണിച്ചു. ഞാൻ ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. രണ്ടും ഒന്നും കൂടി എഴുതി ക്യാമറ ഓഫ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ പേജിലേ നമ്മള് റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതായത് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് നമ്മളൊന്ന് എഴുതി പഠിക്കാം. ഇതിപ്പോ പേജ്, ഇതിപ്പോ ഏത് പേജാ? 8ാമത്. ഈ പേജിൽ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കേണ്ടത് ആദ്യത്തെ പേജ്, 7ാമത്തെ പേജാണ് കേട്ടോ. 7ാമത്തെ പേജിൽ ഇത് 8ാമത്തെ പേജാ. 7. അത് കുഴപ്പമില്ല, അതിൽ നോക്കിയാൽ മതി. ആദ്യം നമ്മൾ പഠിച്ചത് നമ്മളൊരു വര വരക്കാൻ, അതായത് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് വര ഇങ്ങനെ വരച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് കുറേ എഴുതാനുള്ളൊരു ഇത് കിട്ടും. എല്ലാം ഒന്ന് സ്ലിപ്പായി പോവും, അത് സാരമില്ല. അതാണ് ലാസ്റ്റ് എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ വരച്ച് പഠിച്ചില്ല നമ്മള്. രണ്ടാമതായിട്ട് തോണി വരക്കൽ, ഒറ്റ തോണി. 2ാമത്തെ പേജില് പെണ്ണ് പോയോ? പെണ്ണിന്റെ കളർ എഴുതി കഴിഞ്ഞവർ ഇതിൽ നോക്കിട്ടോ. കണ്ടോ? തോണി വരച്ചിട്ട് ഓരോ തോണിയായിട്ട് വരച്ച്. അതിന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും നമുക്ക് സ്പീഡിൽ പോവാട്ടോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുള്ളൂ. അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് ശീലമായിക്കോളും. ഇതാണ് നമ്മൾ 2ാമത് പഠിച്ചത്. ഓക്കെ, ഇത് ഇപ്പോ നിങ്ങൾ കാണിച്ചു തന്നപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയോ? ഇത്തിരി ഞാൻ 3ാമത്തെ നിങ്ങൾ എഴുതിയപ്പോ ഇങ്ങനെ കുറേ പോയി. ഇതൊക്കെ ഇങ്ങനെ പോയി അല്ലേ? ഇങ്ങനെയല്ലേ എഴുതിയ? ഇങ്ങനെ അങ്ങനെ എഴുതി. അങ്ങനെ പറ്റില്ല, അത്രക്ക് വേണ്ട. ഇത് ഈ ലൈനിൽ നിന്ന് കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ അത് എഴുതുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയി പോകുന്നതാണ്. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഓരോ ദിവസവും ഒരു ബുക്കിൽ ഒരു പേജേ ഉണ്ടാവുള്ളൂ, എല്ലാത്തിനും ഒരേ പേജേ ഉള്ളൂ. ഇനി എക്സ്ട്രാ ഒരു നോട്ട് ബുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കുക, അതിൽ അവരങ്ങനെ ചെയ്തോളും. അതിന് പെൻസിൽ ഉപയോഗിക്കണമെന്നില്ല, മറ്റേ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കളറുകളൊക്കെ കൊടുത്താൽ മതി. പെന്ന് വെച്ച് എഴുതാൻ കുട്ടികൾക്ക് ഇഷ്ടാവും. അങ്ങനെയൊക്കെ ചെയ്താലേ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് പിന്നെയാണ് ഇത് പഠിച്ചത്. അത് ഈ പേജ് പിന്നെ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് തുടർച്ചയായിട്ട് തോണി വരച്ച് തുടർച്ചയായിട്ട് എഴുതുക. അതും ഇതേപോലെ കുറച്ചെടുത്തിട്ട് എന്നിട്ട് പിന്നെ അതിമന്ന് ഒന്നും കൂടി, പിന്നെ അതിമന്ന് ഒന്നും കൂടി. കണക്ഷൻ പോയോ? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ കഴിയുന്നുണ്ടോ? കേൾക്കുന്നില്ല എന്റേത്? പോയാ? കേൾക്കുന്നുണ്ട്. ഓക്കെ. സൈനബ് എവിടെ പോയി? സൈനബിന്റെ സൗണ്ട് കേട്ടില്ലല്ലോ. സൈനബ് പോയാ? സൈനബ് സൈനബ് എവിടെ? അവിടെ ഉണ്ടോ? എന്താണ്?
സൈനല്ല സൈനബ്. സെയിൻ അല്ല, സൈനബ്. സൈനബ് ഉണ്ട്, ഫസ്റ്റില് കണ്ടിരുന്നല്ലോ. എയ്സനെ ഞാൻ വിളിച്ചിട്ടില്ല. എയ്സ അപ്പോ സ്കൂളിൽ അവിടെ എവിടെയായിരുന്നു തോന്നുന്നു. ഇതിനെ കാണിച്ചു. ഇന്ന് നമുക്കിത് 3 കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യം കഴിഞ്ഞ എല്ലാവരും ഞാൻ വേറെ കാര്യം കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാനാണ്. അതിന് ഫുള്ള് ചെയ്യണോ? ഇതിലെവിടെയാ? എല്ലാ പേജിലും മറക്കണം ചോദിക്കുന്നു. എല്ലാ പേജിലും ഏതാണോ? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ പേജില് നിങ്ങൾ നാളേക്ക് വേണ്ട കേട്ടോ, അടുത്ത ശനിയാഴ്ചക്ക് മതി. അതിന്റെ ഇടയിൽ ഒരു ദിവസം എഴുതിയിട്ട് അയച്ചാൽ മതി. ഓർക്ക പറയാം. എല്ലാ ലൈനും അല്ല, 3 ലൈന് കഴിഞ്ഞ് അല്ല 2 ലൈന് കഴിഞ്ഞ് 3-ാമത്തെ ലൈനില്, അതേപോലെ പിന്നെ ഒരു ലൈന് വിട്ടിട്ട് പിന്നെ 2 ലൈന് കഴിഞ്ഞ് 3, അതായത് 4 പേജില് ഒരു പേജില് ഫുള്ള് നോട്ട് ബുക്കിൽ എഴുതുകയാണെങ്കിൽ ഒരു എങ്ങനത്തെ നോട്ട് ബുക്കാ? വരയുള്ള നോട്ട് ബുക്കാ അല്ലെ? ഒരു ഇത് പറഞ്ഞ പോലെ ഒരു 2-3 വരി വിട്ടിട്ട് എഴുതിയാൽ മതി കേട്ടോ. അർമാന്റെ നോട്ട് ബുക്ക് ഒന്ന് കാണിച്ചേ. 4 ലൈൻ കോപ്പിയാണ്. 4 ലൈൻ തന്നെയല്ലേ? അതെ അതെ. നോക്കട്ടെ. പേജ് ഫുള്ള് എഴുതണോന്നാ ചോദിച്ചേ. പേജ് ഫുള്ള് എഴുതണോ? അത് 4 ലൈൻ ആണ്. അതെ അതെ അതെ. ഓക്കെ. പേജ് ഫുള്ള് എഴുതണോ? ഫുള്ള് എഴുതിക്കോളി. അതിലൊരു 9 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 9 എണ്ണൊക്കെ ഉണ്ടായാൽ മതി കേട്ടോ. 9 എണ്ണോ 10 എണ്ണൊക്കെ മതി ഒരു പേജിൽ. നോട്ട് ബുക്കിലാണെങ്കിൽ ഒരു 9-ഓ 10 ഉണ്ടാവുള്ളൂ. കാരണം നോട്ട് ബുക്ക് ഉള്ളവര് 2 വരി കഴിഞ്ഞ് 3-ാമത്തെ വരി എഴുതുക, പിന്നെ ഒരു വരി വിട്ടിട്ട് പിന്നെ 2 വരി കഴിഞ്ഞ് 3-ാമത്തെ, എല്ലാം 4 വരിന്റെയും 3-ാമത്തെ ലൈനിലാണ് എഴുതുക. നോട്ട് ബുക്ക് ആണെങ്കിൽ പറഞ്ഞ പോലെ 4 വരിയല്ലേ, അപ്പൊ അത് 4 ലൈൻ തന്നെയാണ്. അറബി ഓക്കെ. ഒന്ന് അതേപോലെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോ നാളെ 7-ാമത്തെ പേജിൽ, നാളെ വേണ്ട, നാളെ നമുക്ക് അടുത്തൊക്കെ പഠിക്കും. കഴിയുന്നവര് അയച്ചു തന്നോളി കേട്ടോ. അപ്പൊ ഇന്ന് 7-ാമത്തെ പേജ്. ഇനി എല്ലാരും കൂടി ശ്രദ്ധിച്ചേ കേട്ടോ. ഇന്ന് ഇത്ര മതി. ആദ്യത്തെ ദിവസം എല്ലാരും ക്ഷീണിച്ചിട്ടുണ്ടാവും. അതാണ്, ഇന്ന് ഇത്ര മതി കേട്ടോ. അപ്പൊ ഇനി നാളെ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം കാണിച്ചു തന്ന പോലെ വരച്ച് ശ്രമിക്കുക കേട്ടോ. ലൈനുമ്മേ വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ തലവരെ എഴുതണം കേട്ടോ. തലവരെ ചെയ്യണം. കഴിയും. അത് ആദ്യം വൈക്കില്ലെങ്കിലും അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും ചെയ്താൽ മതി. ഓക്കെ. പിന്നെ രണ്ടാമത് നമ്മൾ തോണി വരക്കുക. മിസ്സബ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇനി മതി, ഇപ്പൊ വേണ്ട. മിസ്സബ് ഓക്കെ. അപ്പൊ മറ്റാൾ ഓക്കെ. ഇനി നിങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് എഴുതിയാൽ മതി കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് എഴുതിയാൽ മതി. നാളെ നമുക്ക് വേറെ ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് ഒന്നും കൂടി പറഞ്ഞു തരാം. ചുമക്കുണ്ടല്ലോ. സെയിൻ ഇങ്ങോട്ട്. ഓക്കെ. അപ്പോഴേ ഇന്ന് ഇത്ര മതി കേട്ടാ. ഓക്കെ. ഇനി പിന്നെ അപ്പൊ നമ്മൾ ആദ്യം വര വരച്ച് പഠിച്ചു, പിന്നെ തോണി വരച്ചു, പിന്നെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തോണി വരച്ച് പഠിച്ചു. ഇത് 3 നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളി ഇന്ന് കേട്ടോ. നാളെ നമുക്ക് വന്നിട്ട് ഒന്നും കൂടി അതൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് നിർത്തല്ലേ? 8:30 ആവാനായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളേണ്ടി കേട്ടോ. ഓക്കെ.
എന്നെ കാണിക്ക. ഓക്കെ, എന്നാ ഇന്ന് നമുക്ക് നിർത്തിയാലോ? ഉറക്കം വന്നണാ? ഇനി ഇൻഷാ അല്ലാ നമുക്ക് നാളെ അതേപോലെ എല്ലാവരും റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി 7 ആകുമ്പോഴത്തേനും റെഡി ആവും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ബറകല്ലാഹു ഫീക്കും. ഓക്കെ, ബൈ. Bye.